ഏറ്റവും ജനകീയമായിട്ടുള്ള ഏറ്റവും പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള ഐറ്റമാണ് നാടകം. നാടകം ഒന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? നാടകം സ്റ്റേജിൽ നിന്നല്ല കാണാൻ പോകുന്നത്. നമ്മൾ നാടകം ഈ വടക്കുംനാഥൻ്റെ മണ്ണിൽ വടക്കുംനാഥൻ്റെ മുൻപിൽ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ശ്യാമപ്രസാദ് ഉത്തമനാണ് നമുക്കൊപ്പമുള്ളത്. ശ്യാമേ, നാടകവുമായി ആരാണ് ആ മിടുക്കന്മാരായിട്ടുള്ള അഭിനേതാക്കൾ ആരാണ്? എവിടെ നിന്നുള്ളവരാണ്? ഏത് ജില്ലക്കാരാണ്? എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് കൂടി കടക്കാം. അക്ഷയ, അതായത് ഹൈസ്കൂൾ വിഭാഗത്തിലെ നാടകമായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ എ ഗ്രേഡ് നേടിയ ഒരു മികച്ച നാടകം. ആ നാടകം എനിക്കും കാണാൻ പറ്റി. വളരെ മനോഹരമായൊരു നാടകമായിരുന്നു. തുറ എന്നായിരുന്നു അതിൻ്റെ പേര്. വിജയമാത EMHS പൊന്നാനി സ്കൂളിലെ കുട്ടികളാണ് അത് അവതരിപ്പിച്ചത്. എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു നാടകത്തിലേക്കൊന്ന് പോയിട്ട് വേണമെങ്കിൽ അവരൊന്ന് പരിചയപ്പെടാം. നമുക്ക് നാടകത്തിലേക്ക് കടക്കാം അല്ലേ? അതെ. അവൾ അവിടെ ഇല്ലടാ. അവൾ അവിടെ ഉണ്ട്. ഇറങ്ങി വാടി പെണ്ണെ. നിങ്ങളൊക്കെ എന്തിനുള്ള പുറപ്പെടാത്തല്ലേ? ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ. എന്റെ കൊക്കിന് ജീവനോടത്തോളം ഒരുത്തനും വരണ്ട അവളെ രക്കിയോടാൻ. ഒന്ന് മാറി നിൽക്കടാ. വാടി ഇവിടെ. നിർത്തടാ. നീയൊക്കെ എന്താടി കരുതിയേ? ഞങ്ങളൊക്കെ നിങ്ങളെ തള്ളി പറയൂന്ന് അല്ലേ? അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂടി ഞങ്ങൾക്ക്. കടലമ്മ ഞങ്ങളെ പഠിപ്പിച്ചതേ ചേർത്ത് പിടിക്കാനാ. ഞാൻ അമ്മാനെ കണ്ടിട്ടില്ല. അറിയാടി പെണ്ണെ, കടാലിന്റെ മക്കൾക്ക് കക്കാനാവില്ല. ഇനി ഡാൻസ് എന്തോ പാട്ടെന്നോ പറഞ്ഞ് ഈ ജാനകി ഇറങ്ങില്ല. ഞങ്ങൾ തുറന്നിട്ട് ഇങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഭരത, നീ ഇവക്കളെയും കൂട്ടി ഒരു തോണി എടുത്ത് ഈ കടാലിലോട്ട് ഇറങ്ങി ചെല്ലടാ മക്കളെ. വെറുതെ ഒരു വല വീശ്. കടാലമ്മ തരോടാ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷങ്ങള്. പോയിട്ട് വാ മക്കളെ. എന്താ പേടിച്ചു പോയാ? പേടിക്കണ്ട, ഞാനാണ് ഭൂതം. അല്ല ജാനു, നീ എന്തോ ശപഥം ചെയ്തെന്നൊക്കെ കേട്ടല്ലോ. കല കയ്യോണ്ട് തൊടൂല, നോക്കാലോണ്ട് തൊടൂലൊക്കെ. അത് മാത്രം പറയരുത്. അതുണ്ടാക്കിയ പുകിലുകളെ അതാ പറഞ്ഞ് തൊടില്ല വെറുതെ പോയി. എടി കൊച്ചേ, കടലിനും കലയ്ക്കും മാത്രമേ മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയൂ. മതി. എന്താ പൊന്നു അനുഭവിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാൻ പാടൂ. എടാ മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. കലയ്ക്ക് അങ്ങനെ അതിരും വരമ്പൊന്നുമില്ല. കല അലിവാണ്, ആനന്ദമാണ്, ആഘോഷമാണ്. കടലമ്മ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചില സമ്മാനങ്ങളെ. ഭൂതത്തിന്റെ സമ്മാനം എന്ന് വെച്ചാ എന്താ? വലിയ കൊട്ടാരം കേട്ടിട്ടുണ്ട്. മൊത്തം ഇതാ നിങ്ങൾക്കായുള്ള എന്റെ ആദ്യ സമ്മാനം. ഏറ്റുവാങ്ങുന്നതിനായി ഭരതനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതെന്ത് മീൻമുള? ഉണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരില്ല. കലയ്ക്കും കടലിനും കാടിനും ആരും കാണാത്ത ഒരു രക്തബന്ധമുണ്ട്. ഒരുമയുടെ സ്നേഹബന്ധം. നിനക്കറിയോ,
ശരി, നാടകത്തിന്റെ ഓരോ രംഗങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മലപ്പുറത്ത് നിന്ന്, പൊന്നാനിയിൽ നിന്നുള്ള കുട്ടികളാണ്. നമ്മൾ അവരൊക്കെ പേഴ്സണലി പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല.